ഇപ്പോൾ 140 മണ്ഡലങ്ങളാണല്ലോ നമുക്കുള്ളത്. BJP അവകാശപ്പെടുന്നത് അടിവെച്ച് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേരത്തെ പ്രകടിപ്പിച്ച അവകാശവാദത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് എന്തൊക്കെയായിരുന്നു അവകാശവാദം എന്നുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു. അതായത് 2016 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമമായ രീതിയിൽ എങ്ങനെ വോട്ട് കുറയാനിടയായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പുതിയ വോട്ടർമാരുണ്ട്. സ്വാഭാവികമായി ആ ഒരു വർധനവ് ഏതൊരു പാർട്ടിക്കും ലഭിക്കേണ്ടതാണ്. എന്തേ അവർക്കത് ലഭിക്കാതെ പോയി? ഇത്രമാത്രം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും തങ്ങൾ ശക്തിപ്പെടുകയാണ് എന്ന് പരസ്യമായി അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കഴിയാതിരുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJPക്ക് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങൾ കാസർഗോഡ് 2, കണ്ണൂർ 5, വയനാട് 2, കോഴിക്കോട് 9, മലപ്പുറം 9, പാലക്കാട് 5, തൃശ്ശൂർ 6, എറണാകുളം 12, ഇടുക്കി 5, ആലപ്പുഴ 6, കോട്ടയം 9, പത്തനംതിട്ട 5, കൊല്ലം 5, തിരുവനന്തപുരം 10. ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ 90 എത്തുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 30,20,670 വോട്ടാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ അത് 25,92,139 വോട്ടായി കുറഞ്ഞു. അതായത് 4,28,531 വോട്ടിൻ്റെ കുറവ് അവർക്ക് സംഭവിച്ചിരിക്കുന്നു. ഇതും ജില്ലകളിൽ എങ്ങനെ സംഭവിച്ചു എന്നത് ഇപ്പോൾ കണക്ക് വന്നിട്ടുണ്ടല്ലോ. 2016-2021 കണക്ക് ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിലതുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. വ്യത്യാസം മാത്രമേ പറയുന്നുള്ളൂ, കുറഞ്ഞതിൻ്റെ കണക്ക്. കണ്ണൂർ 24,747, കോഴിക്കോട് 15,821, വയനാട് 13,895, മലപ്പുറം 23,231, തൃശ്ശൂർ 37,438, എറണാകുളം 74,248, ഇടുക്കി 54,589, കോട്ടയം 86,184, ആലപ്പുഴ 42,355, പത്തനംതിട്ട 12,747, കൊല്ലം 12,488, തിരുവനന്തപുരം 44,453. ഇതാണ് ജില്ലകളിലുണ്ടായ വ്യത്യാസം. UDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചത് 78,08,355 വോട്ടാണ്. ഇത്തവണ അത് 82,09,196 വോട്ടായി മാറി. BJPയുടെ 4,20,761 വോട്ടുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ വ്യത്യാസമുണ്ടായത്. ഇത് വോട്ട് മറിച്ചു എന്നതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ്. ഇങ്ങനെ
10ഓളം സീറ്റുകളിൽ യു ഡി എഫിന് ഈ വോട്ട് മറിച്ചതിൻ്റെ ഭാഗമായി വിജയിക്കാനായി എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതില്ലായിരുന്നുവെങ്കിൽ യു ഡി എഫിൻ്റെ പതനം ഇതിനേക്കാളും വലുതാകുമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 94,07,682 വോട്ടാണ് എൽ ഡി എഫിന് ലഭിച്ചത്. യു ഡി എഫിന് 81,85,870 വോട്ടും ലഭിച്ചു. ബി ജെ പിക്ക് 25,92,139 വോട്ട് ലഭിച്ചു. അതായത് എൽ ഡി എഫിന് യു ഡി എഫിനേക്കാൾ 12,21,812 വോട്ട് കൂടുതൽ ലഭിച്ചു. ഇപ്പോൾ 2016 നിയമസഭയിൽ എൽ ഡി എഫിന് 43.35% വോട്ടായിരുന്നു. ഈ 21 അത് 45.2 വർദ്ധിച്ചു. യു ഡി എഫിന് 38.79% ഉണ്ടായിരുന്നത് 39.4%. ബി ജെ പിക്ക് 15.01% ഉണ്ടായിരുന്നത് 2021 ആയപ്പോൾ 12.4% കുറഞ്ഞു. അപ്പോൾ ബി ജെ പി വലിയ നേട്ടങ്ങളുണ്ടാക്കുന്നുവെന്ന് പൊതുവെ അവകാശപ്പെടുന്നൊരു ഘട്ടം. അപ്പോഴാണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ 2.61% കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി യു ഡി എഫിന് പോയതാണ് എന്ന് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് 12.11% അതും നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ്. ബി ജെ പിയുമായുള്ള ഇത്തരമൊരു കൂട്ടുകെട്ടിലൂടെ വിജയം നേടാനാകും എന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുണ്ടായത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. എങ്ങനെയായിരുന്നു രണ്ടു കൂട്ടരും ഒരു പ്രചരണ രംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നത് എന്ന് അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ നമ്മുടെ നാട് മതനിരപേക്ഷതയിൽ അടിയുറച്ച് നിൽക്കുന്നൊരു നാടാണ്. മഹാഭൂരിപക്ഷം ജനങ്ങളും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. അങ്ങനെയുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാർ, നാടിൻ്റെ വികസനത്തിൽ താൽപ്പര്യമുള്ളവർ, ഇവിടുത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണം എന്ന് കാണുന്നവർ, അവരെല്ലാം എൽ ഡി എഫിനെ പിന്തുണക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഈ ഒരു കച്ചവട കണക്കിലൂടെ പടുത്തുയർത്തിയ സ്വപ്നം തകർന്നു പോയത്. പക്ഷേ ചില സീറ്റുകളിൽ അവർക്ക് ഈ കച്ചവടത്തിലൂടെ വിജയം നേടാനായിട്ടുണ്ട്. അതിൽ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറക്കാനും ഈ കച്ചവട കണക്കിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നതും കണക്കുകൾ വിശദമായി പരിശോധിച്ചാൽ വ്യക്തമാകും. ഇപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,458 വോട്ടുകൾ കുറവാണ് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ലഭിച്ചത്. അവിടെ യു ഡി എഫ് വിജയിച്ചത്
11,822 വോട്ടുകൾക്കാണ്. അപ്പോൾ 12,458 വോട്ട് ബി ജെ പിയുടേത് കുറയുന്നു. ഈ കുറവ് എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടാണ്. അവരുടെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ അതിനുശേഷം അവർ നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വോട്ട് അവർക്ക് ഓരോ സ്ഥലത്തും വർദ്ധിക്കണമല്ലോ. ആ കണക്ക് ഇതിൽ വരുന്നില്ല. ഏതായാലും 11,822 വോട്ടിനാണ് UDF അവിടെ വിജയിക്കുന്നത്. ഇപ്പോൾ പെരുമ്പാവൂരിൽ UDF വിജയിച്ചത് 2,889 വോട്ടിനാണ്. BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ 4,596 വോട്ടാണ് അവിടെ കുറഞ്ഞത്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ അവിടെ മത്സരിച്ചു എന്നുള്ളതുകൊണ്ട് ഇവർ ചെയ്ത കച്ചവടം അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ UDF ഇപ്പോൾ വിജയിച്ചത് 4,454 വോട്ടുകൾക്കാണ്. പക്ഷേ BJPയുടെ 14,160 വോട്ടുകളാണ് അവിടെ കുറഞ്ഞത്. അത് കൃത്യമാണ്. എന്താണ് സംഭവിച്ചത്? തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ 992 വോട്ടിനാണ് UDF വിജയിച്ചത്. നേരത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ BJPക്കാർ പറഞ്ഞ കാര്യം പരസ്യമായി പറഞ്ഞതായിരുന്നു. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി അവിടെ M. സ്വരാജായിരുന്നു. അവിടെ BJPയുടെ വോട്ടുകൾ കുറഞ്ഞത് 6,087 6,087 വോട്ട് കുറയുന്നു. 992 വോട്ടിന് UDF വിജയിക്കുന്നു. ചാലക്കുടി മണ്ഡലത്തിൽ UDF വിജയിച്ചത് 1,057 വോട്ടിനാണ്. അവിടെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 8,928 വോട്ട് കുറയുകയാണുണ്ടായത്. കോവളം മണ്ഡലത്തിൽ 11,562 വോട്ടുകൾക്കാണ് UDF വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,323 വോട്ടുകൾ BJPക്ക് ഈ മണ്ഡലത്തിൽ കുറവുണ്ട്. കടുത്തുരുത്തി മണ്ഡലത്തിൽ BJP വോട്ടുകളിൽ 5,866 വോട്ടാണ് കുറഞ്ഞത്. ഇവിടെ 4,256 വോട്ടിനാണ് UDF വിജയിക്കുന്നത്. പാലാ മണ്ഡലത്തിൽ BJPയുടെ വോട്ടിൽ 13,952 വോട്ടുകളുടെ കുറവാണ് കാണുന്നത്. ഇപ്പോൾ പുതിയ വോട്ടർമാരെ കൂടി ചേർത്താൽ അത് 15,000-ഓളം വരും. അവിടെ UDF വിജയിക്കാനിടയായത് ഇതിൻ്റെ ഭാഗമാണ് എന്ന് കൃത്യമായി കാണാനാവും. അപ്പോൾ 5 വർഷം മുൻപുള്ള വോട്ടുകളുടെ കൂടെ പുതിയ വോട്ടർമാരെ കൂടി ചേർക്കുമ്പോൾ അവർ പറയുന്ന രീതിയിലുള്ള സ്വാഭാവികമായ വർധനവ് കൂടി കണക്കിലെടുത്താൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി വോട്ടിങ്ങിൽ വന്ന കുറവ് എത്ര എന്ന് വേറെ തന്നെ കണക്കാക്കേണ്ടതായി വരും. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇത്തരത്തിലൊരു കച്ചവടം നടന്നിരുന്നില്ലെങ്കിൽ, BJP വോട്ടുകൾ UDFന് ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പതനത്തിലേക്ക് UDF എത്തുമായിരുന്നു എന്ന് തന്നെയാണ്. എന്നാൽ വലിയ തോതിൽ വോട്ട് മറിച്ചിട്ടും LDF വിജയിച്ച മണ്ഡലങ്ങളും ഏറെ ഉണ്ട് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5,887 വോട്ടുകൾ കുറവാണ്. LDF സ്ഥാനാർത്ഥി 2,564 വോട്ടിന് അവിടെ വിജയിച്ചു. കുറ്റ്യാടിയിൽ BJPയുടെ വോട്ടിൽ 3,188 വോട്ടുകളുടെ കുറവുണ്ടായി. എന്നിട്ടും LDF സ്ഥാനാർത്ഥി
333 വോട്ടിന് അവിടെ വിജയിച്ചു. കൊയിലാണ്ടിയിൽ 4532 വോട്ടാണ് ബി ജെ പിക്ക് കുറഞ്ഞത്. അവിടെ 8472 വോട്ടുകൾക്ക് LDF വിജയിക്കുകയുണ്ടായി. ഇപ്പം നിയമമണ്ഡലത്തിലെ കണക്ക് പഴയ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. 15925 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ബി ജെ പി കുറഞ്ഞത്. അത്രയും വോട്ടുകളാണ് ബി ജെ പിക്ക് കുറഞ്ഞത്. ഏകദേശം ഇത്രയും വോട്ടുകളാണ് UDF കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി ലഭിച്ചത്. ഇത് കാണിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ബി ജെ പിയുടെ സീറ്റ് കോൺഗ്രസ് വോട്ടുകളുടെ സഹായത്തോടെ തന്നെ ലഭിച്ചു എന്നത് ഉറപ്പിക്കലാണ്. വാമനപുരത്ത് 8353 വോട്ടുകളുടെ കുറവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെയും മറികടന്നാണ് LDF അവിടെ വിജയിച്ചത്. അപ്പം ഇത്തരത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ചിട്ടും മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ അകമഴിഞ്ഞ പിന്തുണ, നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരുടെയും ജനക്ഷേമം തുടരണമെന്ന് ചിന്തിക്കുന്നവരുടെയുമെല്ലാം പിന്തുണ അത്തരം പല മണ്ഡലങ്ങളിലും LDF വിജയിക്കുന്നതിനിടയാക്കി എന്നാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ വോട്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് നൽകാൻ തയ്യാറാകുന്നില്ല. അത് LDF പരാജയപ്പെടുത്താൻ വേണ്ടി മറിച്ചു കൊടുക്കുന്നു. അത് ശരിയായ കച്ചവട രീതിയിലുമാണ് നടക്കുന്നത്. രാഷ്ട്രീയമായൊരു കൂട്ടുകെട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. കൃത്യമായ കച്ചവടമാണ്. പല സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ വലിയ തോതിൽ സാമ്പത്തിക താല്പര്യമുള്ള ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കച്ചവടം ഉറപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുത്ത UDF നേതാക്കൾ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു, കണക്കനുസരിച്ച് 2 × 2 = 4, അപ്പോൾ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് കണക്ക് കൂട്ടി. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ജനങ്ങളുടെ മനസ്സ് ആ കണക്കിനോടൊപ്പമല്ല നിന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF വലിയ തോതിലുള്ള വിജയം സമ്മാനിക്കുന്നതിന് ഇടയാക്കിയത് എന്നുകൂടി കാണേണ്ടതായിട്ടുണ്ട്.